പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം തന്ന അസുലഭമായ അമൂല്യമായ ഈ അനുഭവത്തിന് ദൈവത്തിന് നന്ദി പറയാം. പ്രതീക്ഷയോടെയും സമർപ്പണത്തോടെയും വിശ്വാസം ആഴപ്പെടാൻ ആഗ്രഹിച്ചും നിങ്ങൾ വചന പഠനത്തിനായി ദാഹിക്കുന്നതിന് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇപ്രകാരം വചനം പഠിക്കാൻ നമ്മെ വിദൂരങ്ങളിലായിരുന്നിട്ട് പോലും ഒരുമിച്ച് ചേർക്കുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ നാളുകളിൽ ദൈവം വചന പഠനത്തിനായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണർത്തിയ ദാഹം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയുന്നു. അതിൽ പങ്കാളിയാകാൻ എന്നെയും ദൈവം ഉപയോഗിക്കുന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ചില ഉപസംഹാര നിരീക്ഷണങ്ങൾ നടത്താനാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 6 ഓരോ വാക്യങ്ങൾ സഹിതം നാം വിശദീകരിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിച്ചിരുന്നു. ഇനി 6-ാം അധ്യായം ഈ സുവിശേഷത്തിലെ മർമ്മപ്രധാനവും വിട്ടുകളയാൻ ഒന്നുമില്ലാത്തതുമായ അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പൊതുവായ നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ചില പൊതുവായ നിരീക്ഷണങ്ങൾ നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ചിന്തകളിലേക്ക് കടക്കാം. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശ്വസിക്കുക വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട 7 കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 6-ാം അധ്യായം നമുക്ക് പറഞ്ഞു തന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ ആദ്യമായി നമ്മുടെ മുമ്പിലേക്ക് വെച്ച ചിന്ത യേശുവിന് അപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന ചിന്തയാണ്. രണ്ടാമത്തെ ഭാഗം 6-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിലൂടെ യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്ന സംഭവത്തിലൂടെ യോഹന്നാൻ നമ്മളോട് പറയാൻ ശ്രമിച്ചു, യേശുവിന് തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ കഴിയും. അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ തനിക്ക് കഴിവുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഈശോ ഈ അപ്പം എൻ്റെ ശരീരമാണ് എന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായി അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശു അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ കഴിവുള്ളവനായതുകൊണ്ട് ഒരപ്പമെടുത്ത് യേശു ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ ആ അപ്പം യേശുവിൻ്റെ യഥാർത്ഥ ശരീരമായി മാറുന്നു എന്ന് വിശ്വസിക്കുന്നതിന് വായനക്കാരായി നമ്മൾ സന്ദേഹിക്കേണ്ടതില്ല എന്നുള്ളതാണ്. യേശുവിന് അപ്പം തൻ്റെ ശരീരമാക്കി മാറ്റാൻ കഴിയും എന്ന വിശ്വാസമാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ വിശ്വാസബോധ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമതായിട്ട് 6-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ട വളരെ മർമ്മപ്രധാനമായ മറ്റൊരു ചിന്തയാണ്, വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ബോധ്യങ്ങളിൽ വെള്ളം ചേർക്കാൻ യേശു ലവലേശം ആഗ്രഹിക്കുന്നില്ല. യേശു അതിന് തയ്യാറല്ല. ഈ സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ ഒരു ദേശം മുഴുവൻ ഉണ്ട്. അവർ അവനെ പിടിച്ച് രാജാവാക്കാൻ ആഗ്രഹിച്ചു എന്നാണ് 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിച്ചത്. ബലമായി അവനെ പിടിച്ച് രാജാവാക്കാൻ അവർ പരിശ്രമിച്ചു. ഒരു ദേശത്തിൻ്റെ അധിപനാക്കാൻ, ഒരു ദേശത്തിൻ്റെ ഭരണാധികാരിയാക്കാൻ, ഒരു ദേശം മുഴുവൻ അവന് വിധേയപ്പെടാൻ ആഗ്രഹിച്ചു എന്നാണ് 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് നാം കാണുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ എത്തുമ്പോൾ, ഒരുപക്ഷെ അവസാന വാക്യത്തിലെത്തുമ്പോൾ യൂദാസിനെക്കുറിച്ചുള്ള പരാമർശം വായിച്ചെടുക്കുന്ന നേരത്ത് നാം മനസ്സിലാക്കുകയാണ്, ഒരു ദേശം മുഴുവൻ, 10,000-കണക്കിന് ജനങ്ങൾ മുഴുവൻ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്നുണ്ടാകാം എന്ന്
തോന്നിയ ഇടത്തു നിന്ന് വായന ആരംഭിച്ച നമ്മൾ 6-ാം അധ്യായം അവസാനിക്കുമ്പോൾ നടുക്കുന്ന ഒരു സത്യം തിരിച്ചറിയുന്നു. ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട പ്രബോധനത്തിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് യേശുവിൻ്റെ കൂട്ടുകാർ 11 പേരായി ചുരുങ്ങുന്നു. 12 യൂദാസ് ഉൾപ്പെടെ. പക്ഷെ അവസാന വാക്യം പറയുന്നു, അവൻ നിങ്ങളിലൊരാൾ ഒറ്റുകാരനാണ്, എല്ലാവരും ശുദ്ധിയുള്ളവരല്ല, അവൻ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനാണ്. അതായത് അവൻ ദിവ്യകാരുണ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവനാണ്. 10,000-കണക്കിന് ആളുകൾ കൂടെയുണ്ടായിരുന്ന ഒരാൾ തൻ്റെ ഒരു പ്രബോധനത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് തൻ്റെ സൗഹൃദ വലയത്തിൻ്റെ വലിപ്പം കുറഞ്ഞ് 11 പേരിലായി ചുരുങ്ങി നിൽക്കുന്ന ഭയാനകവും വേദനാജനകവുമായൊരു കാഴ്ചയിലാണ് 6-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ ബോധ്യം അതാണ്. പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണം, യേശുവിൻ്റെ രക്തം പാനം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ബോധ്യങ്ങളിലും പ്രബോധനങ്ങളിലും ലോകത്താരൊക്കെ യേശുവിനെ വിട്ടുപിരിഞ്ഞാലും, ആരൊക്കെ സഭാഗാത്രത്തിൽ നിന്ന് സ്വയം മുറിച്ച് അപ്രത്യക്ഷമായാലും യേശു ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. മൂന്നാമതായി 6-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് 6:63 ഈശോ പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പലയിടങ്ങളിലായി ഈശോ ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്ന ഒരാശയമാണ്, പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ഇത് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ശ്രദ്ധേയമായ ഒരു വാചകം 6-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിലുണ്ട്. 6:44 പറയുകയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല. 45 പറയുകയാണ്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. പിതാവിൻ്റെ സ്വരം കേട്ടവർക്ക് മാത്രമേ ദിവ്യകാരുണ്യ പ്രബോധനം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പിതാവിൻ്റെ സ്വരം ശ്രവിക്കുക എന്ന് യേശു പറയുന്നത് പഴയ നിയമത്തിലൂടെ സംസാരിച്ച ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക എന്നർത്ഥത്തിലാണ്. പഴയ നിയമത്തിലൂടെ സംസാരിച്ച ദൈവത്തെ ശ്രദ്ധിച്ചവർക്ക് മാത്രമേ പരിശുദ്ധ കുർബാനയുടെ ആഴം ഗ്രഹിക്കാൻ പറ്റൂ. ദിവ്യകാരുണ്യ പ്രബോധനം പുതിയ നിയമത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു കാഴ്ചപ്പാടല്ല. ഇത് ഉൽപ്പത്തി മുതൽ ആരംഭിച്ച് ഉൽപ്പത്തിയിലൂടെ അതിൻ്റെ ത്രെഡ്, അതിൻ്റെ ചരട്, അതിങ്ങനെ നീണ്ടു വന്ന് പുതിയ നിയമത്തിലേക്ക് വന്ന് പൂർത്തിയാവുന്ന ഒരു ഇടമുറിയാത്ത ദൈവശാസ്ത്ര വചനബദ്ധമായ ഒരു ചരട് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദിമാതാപിതാക്കൾ പാപം ചെയ്ത് ജീവവൃക്ഷത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന നിമിഷം മുതൽ ആ ആബേലും കായേനും അർപ്പിക്കുന്ന ബലി മുതൽ, നോഹയുടെ ബലി മുതൽ, അബ്രഹാമിൻ്റെ ബലി മുതൽ, യാക്കോബിൻ്റെ ബലിയിലൂടെ, ഇസഹാക്കിൻ്റെ ബലിയിലൂടെ, മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിൽ അർപ്പിക്കുന്ന ബലിയിലൂടെ, പിന്നീട് ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട 5 തരം ബലികളിലൂടെ, ഇങ്ങനെ വന്ന് ഒടുവിൽ കാൽവരിയിലെ ബലിയിൽ പൂർത്തിയായ ഒരു ഇടമുറിയാത്ത പ്രബോധന പാരമ്പര്യമുള്ള തുടർച്ചയുള്ള ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ പഴയ നിയമത്തിലൂടെ സംസാരിച്ച പിതാവിൻ്റെ സ്വരം ശ്രവിക്കാത്ത ഒരാൾക്ക്, ദിവ്യകാരുണ്യത്തിൻ്റെ പഴയ നിയമ വേരുകൾ മനസ്സിലാകാത്ത ഒരാൾക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ കാലികമായ അർത്ഥങ്ങളെ വായിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. ഇതാണ് അനേകം അപ്പസ്തോലിക സഭകളിൽ നിന്ന് വേറിട്ട് പോയ സഭാ സമൂഹങ്ങളിലെ സഹോദരീ സഹോദരന്മാർക്ക് സംഭവിച്ചത്. അവർ ഇതിനെ ഒരു വിരുന്ന് മാത്രമായി, ഇതിനെ ഒരു ഭക്ഷണക്രമം മാത്രമായി കണ്ടതുകൊണ്ട് ബലി എന്ന ഒരു വലിയ മാനം, പരിശുദ്ധ കുർബാനയുടെ ബലി, കുർബാന ബലിയാണ് എന്ന വലിയ ഒരു അർത്ഥതലം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പിതാവിൽ നിന്ന് സ്വരം ശ്രവിച്ചാലേ പിതാവിൻ്റെ സ്വരം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നീണ്ട് നിൽക്കുന്ന
അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തുടർച്ചയായി സംസാരിച്ച പിതാവിൻ്റെ സ്വരം കേൾക്കുന്നവർക്ക് മാത്രമേ ഈ പ്രബോധനം മനസ്സിലാവുകയുള്ളൂ, യഥാർത്ഥമായി മനസ്സിലാവുകയുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ കാര്യത്തിൻ്റെ ഒരു തലം. ഇതിനോട് ചേർത്ത് പറയാനുള്ള അതിൻ്റെ ഒരു രണ്ടാമത്തെ കാര്യം, ദൈവവചനം ഗ്രഹിക്കാത്ത ഒരാൾക്ക് കർത്താവ് ഈശോ മിശിഹായുടെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാവില്ല. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈ വാക്കുകൾ ആത്മാവിലും പരിശുദ്ധാത്മാവിൽ ഈ വാക്കുകൾ മനസ്സിലാകാത്ത ഒരാൾക്ക് പരിശുദ്ധ കുർബാന മനസ്സിലാവില്ല. അതായത് ദൈവവചനം ഭക്ഷിക്കാത്ത ഒരാൾക്ക് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നത് ഒരിക്കലും ഒരനുഭവമായി മാറില്ല. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയിലും വചന ശുശ്രൂഷയ്ക്ക് ശേഷമാണ് അപ്പം മുറിക്കലിൻ്റെ ശുശ്രൂഷ. ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഫോളോഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ദി ബ്രെഡ്. അപ്പോൾ ഈ വചനത്തിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാത്ത ഒരാൾക്ക് അപ്പത്തിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അതൊരിക്കലും അനുഭവമായി മാറുന്നില്ല. ദൈവവചനം ഗ്രഹിക്കുന്ന ഒരാൾക്ക് ദിവ്യകാരുണ്യം ഗ്രഹിക്കാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. അതാണ് ഈ അധ്യായത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്ന മൂന്നാമത്തെ ബോധ്യം. നാലാമത്തേത് ഈ അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്ന മറ്റൊരു ആശയമാണ്. യോഹന്നാൻ 6:56 പറയുന്നത് പോലെ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നാം ദിവ്യകാരുണ്യ ആരാധനയിൽ പരിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ കൂദാശയിൽ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കുമ്പോൾ നമ്മിൽ ഈശോ എഴുന്നള്ളി വരുന്നു. അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മിൽ ഈശോ എഴുന്നള്ളി വരുന്നു. എന്നാൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയിൽ എങ്ങനെയാണാകുന്നത്? വചനം എങ്ങനെയാണ്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന ഭക്ഷിക്കുന്ന നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മിൽ ഈശോ വരുന്നു. അത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മിൽ ഈശോ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി ഈശോ മാറുന്നു. എന്നാൽ നമ്മളെങ്ങനെയാണ് ഈശോയിലേക്ക് ചെല്ലുന്നത്? അത് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരാശയം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. അതായത് വെജിറ്റബിൾ ലൈഫ്, ആനിമൽ ലൈഫ്, ഹ്യൂമൻ ലൈഫ്, ഇങ്ങനെ ഈ ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങൾക്ക് ഒരു 3 തരംതിരിവുണ്ടാക്കിയാൽ, വെജിറ്റബിൾ ലൈഫ് സസ്യലോകം, ആനിമൽ ലൈഫ് ജന്തുലോകം, ഹ്യൂമൻ ലൈഫ് മനുഷ്യലോകം. സസ്യജീവൻ, ജന്തുജീവൻ, മനുഷ്യജീവൻ, ലൈഫിനെ ഇങ്ങനെ മൂന്ന് ഗ്രേഡുകളിലായി തിരിക്കുക. സസ്യലോകം, പുല്ലും ചെടിയും മരവും ഇതെല്ലാം ഉൾപ്പെടുന്ന സസ്യലോകം. ജന്തുലോകം, നമ്മൾ കാണുന്ന വിവിധങ്ങളായ മൃഗങ്ങൾ ഉൾപ്പെടുന്ന ജന്തുലോകം, അവയിലെ ജന്തുജീവൻ, മനുഷ്യലോകം. ഇങ്ങനെ 3 തട്ടിൽ ജീവനെ നമ്മൾ കണ്ടാൽ, ഈ സസ്യലോകം ലോവർ ഫോം ഓഫ് ലൈഫാണ്, താഴ്ന്ന തരം ജീവനാണ്. ആ ജീവന് നമുക്കറിയാം പ്രത്യേക ചലനശേഷി, ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം അത് നിലനിൽക്കുന്നു, അവിടെ നിന്ന് മാത്രം അതിന് അനങ്ങാൻ പറ്റുന്നു. ജന്തുക്കളും മനുഷ്യരും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ജന്തുജീവനുള്ള പല ഉയർന്ന ഒരു നിലവാരമോ അല്ലെങ്കിൽ സാധ്യതകളോ ഈ സസ്യജീവന് ഇല്ല. ഇനി ജന്തുലോകത്തിന് ഇല്ലാത്ത നേട്ടങ്ങളും അതുപോലെ തന്നെ ജന്തുലോകത്തിന് ഇല്ലാത്ത അഡ്വാൻറ്റേജുകളും മനുഷ്യജീവന് ഉണ്ട്. ഇതൊക്കെ സാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ ചിന്തിക്കുക, ഈ വെജിറ്റബിൾ ലൈഫ്, ഈ സസ്യലോകത്തെ, സസ്യജീവനെ അല്ലെങ്കിൽ വളർന്നു നിൽക്കുന്ന ഒരു പുല്ലിനെ പശു തിന്നുന്നു. അപ്പോൾ ജന്തുജീവൻ സസ്യജീവൻ ഭക്ഷണമായി മാറ്റുന്നു. അങ്ങനെ മാറ്റുന്ന സമയത്ത് പശു പുല്ല് തിന്നുമ്പോൾ പുല്ല് പശുവിൻ്റെ അകത്തേക്ക് വരുന്നു, പുല്ല് പശുവായിട്ട് മാറുന്നു. പുല്ല് പശുവിൻ്റെ ശരീരമായിട്ട് മാറുന്നു, ശരീരത്തിൻ്റെ ഭാഗമാകുന്നു, പശുവാകുന്നു. ഇനി മനുഷ്യൻ പശുവിനെ ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പശുവിൻ്റെ ഇറച്ചി ഭക്ഷിക്കുമ്പോൾ ഈ പശുവിൻ്റെ ഇറച്ചി അല്ലെങ്കിൽ ഈ പശു
മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു, മനുഷ്യനായി മാറുന്നു. ഈ പശുവിനെ മുഴുവൻ മനുഷ്യൻ ഭക്ഷിച്ചു എന്ന് വിചാരിക്കുക. പശു പിന്നെ അവിടെ ഇല്ല. പശു എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം പശു മനുഷ്യനായിട്ട് മാറി, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മനുഷ്യനായിട്ട് മാറി. അപ്പോൾ സസ്യജീവനേക്കാൾ ഉയർന്ന ജന്തുജീവൻ പശു പുല്ല് ഭക്ഷിച്ചപ്പോൾ ഈ സസ്യജീവൻ ലോവർ ഫോം ഓഫ് ലൈഫ് ജന്തുജീവൻ എന്ന ഈ ഹയർ ഫോം ഓഫ് ലൈഫിലേക്ക് അസിമിലേറ്റ് ചെയ്യപ്പെട്ടു, അതായിട്ട് മാറി. അതാണ് ഞാൻ പറഞ്ഞത്, പുല്ല് പശുവായിട്ട് മാറി, പശു മനുഷ്യനായിട്ട് മാറി ഭക്ഷിച്ചപ്പോൾ. അപ്പോൾ ഇവിടുത്തെ തത്വം എന്താണ്? തത്വം ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. താഴ്ന്ന തരം ജീവൻ ഉയർന്ന തരം ജീവനിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടു, അതിൻ്റെ ഭാഗമായി മാറി, അസിമിലേറ്റ് ചെയ്യപ്പെട്ടു, അബ്സോർബ് ചെയ്യപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പശു പുല്ല് തിന്നപ്പോൾ പുല്ല് പശുവായി മാറിയെങ്കിൽ, മനുഷ്യൻ പശുവിനെ തിന്നപ്പോൾ പശു മനുഷ്യനായിട്ട് മാറിയെങ്കിൽ, നമ്മൾ ഈശോയെ ഭക്ഷിക്കുന്ന സമയത്ത് മനുഷ്യജീവൻ താഴ്ന്ന ജീവനാണ്, അതിനേക്കാൾ ഉയർന്ന ജീവനാണ് ദൈവജീവൻ, ഡിവൈൻ ലൈഫ്. ആ ഡിവൈൻ ലൈഫിനെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഡിവൈൻ ലൈഫിനെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ പ്രിൻസിപ്പിൾ അനുസരിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ തത്വം അനുസരിച്ച്, താഴ്ന്ന ജീവൻ ഉയർന്ന ജീവനിലേക്ക് ആഗിരണം ചെയ്യപ്പെടും, താഴ്ന്ന ജീവൻ ഉയർന്ന ജീവനായി മാറും. സസ്യജീവൻ ജന്തുജീവനായി മാറിയതുപോലെ, ജന്തുജീവൻ മനുഷ്യജീവനായി മാറിയതുപോലെ, മനുഷ്യജീവനായി മാറിയതുപോലെ, നാം യേശുവിനെ ഭക്ഷിക്കുമ്പോൾ യേശു നമ്മളായി മാറുക എന്നതിനപ്പുറത്ത് നാം യേശുവായി മാറുകയാണ്. കാരണം എന്താണ്? യേശുവിൻ്റേതാണ് ഉയർന്ന ജീവൻ, ഉയർന്ന ജീവനിലേക്ക് താഴ്ന്ന ജീവൻ എടുക്കപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു തത്വം പറഞ്ഞതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഈശോയുടെ ജീവനായി മാറുകയാണ്, ഈശോയിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ ഓരോ കുർബാന അർപ്പണങ്ങളും യോഗ്യതയോടെ, ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ സമർപ്പിക്കുമ്പോൾ നാം ക്രിസ്തുവിലേക്ക് അനുരൂപപ്പെടുകയാണ്. വി ആർ ബീയിങ് കൺഫോംഡ് ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. റോമർ 8 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് അനുരൂപപ്പെടുകയാണ്. അപ്പോൾ കുർബാന അർപ്പണങ്ങൾ നമ്മളെ സഹായിക്കേണ്ടത് യേശുവായി മാറാനാണ്. അഞ്ചാമത്തെ കാര്യം ഈ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു. ഈശോ പറയുകയാണ്, ഈശോ വലിയ വിവാദമുണ്ടാകുമ്പോഴും തർക്കമുണ്ടാകുമ്പോഴും മനസ്സിലാകാത്തതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ജനങ്ങൾ യേശുവിൻ്റെ പരിസരങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോഴും ഒരിക്കലും ഈശോ വിട്ടുവീഴ്ചയില്ലാതെ ഈ പ്രബോധനം തുടർന്നു കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഈ അപ്പം എൻ്റെ ശരീരമാണ്, ഈ മന്ന എൻ്റെ ശരീരമാണ്. സഹീവൻ മാളികയിൽ വെച്ച് ഈശോ പറയുകയാണ്, ഇത് എൻ്റെ ശരീരം, ഇതെൻ്റെ ശരീരത്തിൻ്റെ പ്രതീകം എന്ന് ഈശോ പറഞ്ഞില്ല, ഇതെൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു അടയാളം എന്ന് ഈശോ പറഞ്ഞില്ല. ദിസ് ഈസ് മൈ ബോഡി എന്നാണ് പറഞ്ഞത്. അതായത് ദിവ്യകാരുണ്യ അപ്പം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യ അപ്പം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായതുകൊണ്ട് ഈശോ പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനാണ്. ദ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 6-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മർമ്മപ്രധാനമായ ഒരു ബോധ്യം ഇതാണ്. ഈശോ പരിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതനാണ്. ജീസസ് ഈസ് റിയലി പ്രസൻറ്റ് ഇൻ ദ യൂക്കരിസ്റ്റ്. ഈ 5 കാര്യങ്ങൾ പൊതുവായി പറഞ്ഞതിന് ശേഷം ഇനി 6-ാമത്തെ ഒരു കാര്യം, പരിശുദ്ധ കുർബാന ബലിയാണ് എന്ന ഒരു ബോധ്യം നമുക്ക് മനസ്സിലാകുന്നതിന് ഞാൻ യോഹന്നാനിൽ നിന്ന് കോരിന്തോസ് ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതുകൂടി ഇത് യോഹന്നാനുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അതുകൂടി പറയേണ്ടത് നിങ്ങളുടെ ദിവ്യകാരുണ്യ ഭക്തിയെ വർദ്ധിപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് 1 കോരിന്തോസുകാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 10-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ഞാൻ വായിക്കാം. 1 കോരിന്തോസ് 10:14 മുതൽ. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുവിൻ. വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ.
നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ. അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകളാണ്. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം. വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാരപദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിജാതീയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും സാധിക്കുകയില്ല. അതായത് ഞാൻ വേഗം പറയുകയാണ്. 1 കൊരിന്ത്യർ 10:14 മുതലുള്ള വാക്യങ്ങളിൽ 3 ബലികളെ അപ്പസ്തോലനായ പൗലോസ് താരതമ്യപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത് യഹൂദരുടെ ബലി, ജന്മം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവർ യഹൂദരുടെ ബലി. രണ്ടാമത്തേത് വിജാതീയരുടെ ബലി. മൂന്നാമത്തേത് വിശ്വാസികളുടെ ബലി. അപ്പോൾ യഹൂദരുടെ ബലിയും വിജാതീയരുടെ ബലിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ബലിയും തമ്മിൽ താരതമ്യപ്പെടുത്തി അപ്പസ്തോലൻ സംസാരിച്ചിട്ട് പറയുകയാണ്, അവൻ്റെ ശരീരവും രക്തവും നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ അവൻ്റെ ശരീരരക്തങ്ങളിൽ ഭാഗഭാക്കുകളാകുകയാണ്, പങ്കാളികളായിട്ട് മാറുകയാണ്, അവനായിട്ട് മാറുകയാണ്. ഞാൻ ഈ ഭാഗം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ കാരണം പൗലോസ് അപ്പസ്തോലൻ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കിയത് ഒരു ബലിയായിട്ടാണ്. അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ടെക്സ്റ്റുകളിൽ ഒന്നാണിത്. അതായത് യഹൂദരുടെ ബലിയും പിശാചിനർപ്പിക്കുന്ന ബലിയും പറഞ്ഞിട്ടാണ് നാം യേശുവിനർപ്പിക്കുന്ന ബലിയെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ബലിയായ പരിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഇസ്രായേൽക്കാർ അർപ്പിച്ചിരുന്ന ബലി, വിജാതീയർ അർപ്പിച്ചിരുന്ന ബലി, നമ്മൾ അർപ്പിക്കുന്ന ബലി. ഈ കോൺട്രാസ്റ്റിലാണ് അപ്പസ്തോലൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ അദ്ദേഹം പറയും, എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ 5-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 5:7 നമ്മൾ വായിക്കുന്നു, എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ഇവിടെയും പറയുകയാണ്, കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ 5-ാം അധ്യായം നിങ്ങൾ ആരംഭം മുതൽ വായിച്ചാൽ മതി. അത് സഭ ഒരുമിച്ച് കൂടി വരുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സഭായോഗത്തെക്കുറിച്ചാണ്, ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ പറയുമ്പോൾ പറയുകയാണ്, നമ്മുടെ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ യോഗ്യതയോടെ വിശുദ്ധിയോടെ അർപ്പിക്കാം. അതായത് കുർബാന വിശുദ്ധിയോടെ അർപ്പിക്കാമെന്നാണ് ഇത് പറയുന്നത്. ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. ഇനി ഒറ്റ കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഹെബ്രായ ലേഖനത്തിൻ്റെ 9:26 മുതൽ ഹെബ്രായ ലേഖനത്തിൽ വാക്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹെബ്രായ ലേഖനം 9, 26, 27, 28. അതുപോലെ തന്നെ ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 8-ാം വാക്യം. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, എന്നേക്കുമായിട്ട് യേശു കുരിശിൽ അർപ്പിച്ച ഏക ബലി അത് പൂർത്തിയായി. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്നും അനുദിനം ബലി അർപ്പിക്കുന്നത്? നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. രക്തം ചിന്തി യേശു കുരിശിലർപ്പിച്ച ബലി നമുക്കൊരിക്കലും ആവർത്തിക്കാൻ കഴിയില്ല. അത് എന്നേക്കുമുള്ള ഏക ബലിയാണ്. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഞാൻ അനുസ്മരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളെ ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.